ദി ഒഡിസി ഞാൻ ഈ വർഷം ഏറ്റവും കാത്തിരുന്ന സിനിമയായിരുന്നു ക്രിസ്റ്റഫർ നോളൻ്റെ ഒഡിസി. ഞാനത് കോയമ്പത്തൂർ ബ്രോഡ്വേ ഐമാക്സിൽ പോയി എക്സ്പീരിയൻസ് ചെയ്ത പടം മക്കളെ അന്യായ എക്സ്പീരിയൻസ് ആയിരുന്നു. ക്രിസ്റ്റഫർ നോളൻ്റെ ഒരു സിനിമ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് അതിൻ്റെ എക്സ്പെക്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പീക്കായിരിക്കും. അങ്ങനെ ഞാൻ കണ്ടൊരു സിനിമയായിരുന്നു. അത് കാണാൻ പോയപ്പോൾ കിട്ടിയ എക്സ്പീരിയൻസും അതുപോലെ തന്നെയായിരുന്നു. ഒഡിസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, അതൊരു ഗ്രീക്ക് മിത്തോളജി സ്റ്റോറിയാണ്. അതൊരിക്കലും ഒരു സിനിമയിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കഥയല്ല. അത്രയും എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇപ്പോൾ നമ്മൾ മഹാഭാരതമൊക്കെ പറയുന്ന പോലെ. അപ്പോൾ ആ ഒരു സംഭവത്തെ 3 മണിക്കൂർ കൊണ്ട് നോളൻ്റെ രീതിയിൽ സിനിമയായിട്ട് എടുത്തിരിക്കുകയാണ്. അതും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രീതിയിൽ. എൻ്റെ പേഴ്സണലായിട്ട് ക്രിസ്റ്റഫർ നോളൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള വർക്ക് എന്ന് പറഞ്ഞാൽ ഇൻറ്റർസ്റ്റെല്ലാറാണ്. ഇൻറ്റർസ്റ്റെല്ലാറിൻ്റെ ലെവലിൽ പുള്ളി എത്തിച്ചിട്ടുണ്ട്. കാരണം അത് രണ്ടും 2 ജോൺറാണ്. മറ്റേത് സയൻസ് ഫിക്ഷനാണ്, ഇതൊരു ക്ലാസിക്കൽ സംഭവമാണ്. കാരണം ഒരു മിത്തോളജിക്കൽ സംഭവമല്ലേ അതിലെ സംഭവം. പക്ഷേ ആളത് എടുത്തു വച്ചിരിക്കുന്ന രീതിയുണ്ട് എൻ്റെ പൊന്നും. ഇത്രയും അതായത് 3rd BC എന്തോ നടന്നൊരു കഥയാണ് ഈ സംഭവം. അതിനെ ബ്യൂട്ടിഫുള്ളായിട്ട് ഭയങ്കര പയ്യെ കൊണ്ടുപോയിട്ട് പിന്നെ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഹൈ മൊമെൻ്റ് ഒക്കെ തരുന്ന രീതിയിൽ നോളൻ്റെ ഒരു പാറ്റേൺ തന്നെ ചില സംഭവങ്ങളിലൊക്കെ മാറിപ്പോയിട്ടുണ്ട്. നോളൻ ഭയങ്കര ക്ലാസിക്കലായിട്ട് മൂവി എടുക്കുന്ന മനുഷ്യനാണ്. ഭയങ്കര ഈ ഹൈ പീക്ക് മൊമെൻറ്റ്സ് അങ്ങനത്തെ ഒന്നും തരുന്നതല്ലേ. ഇപ്പോൾ ഓപ്പൺഹൈമർ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഇൻറ്റർസ്റ്റെല്ലാർ ആണെങ്കിൽ, അല്ലെങ്കിൽ ആളുടെ ഇപ്പോൾ എനിക്ക് ബാറ്റ്മാൻ സീരീസസ് ഒഴിച്ചിട്ട് ബാക്കി ഏത് പടം എടുത്ത് നോക്കുകയാണെങ്കിൽ അങ്ങനെ ഭയങ്കര ഒരു കിക്ക് തരുന്ന മൊമെൻറ്റ്സ് ഒന്നും പുള്ളിയുടെ പടങ്ങളിൽ ഉണ്ടാവില്ല. പുള്ളി ആളുടെ ഒരു ക്ലാസിക്കൽ രീതിയിൽ പടം എടുത്ത് അതിൻ്റേതായ ഒരു ഓഡിയൻസ് ഉണ്ട് കാണാനായിട്ട്. അങ്ങനത്തെ രീതിയിലാണ് എനിക്ക് പേഴ്സണലി പുള്ളിനെ ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഒഡിസിയിലൊക്കെ വന്നപ്പോൾ അതിൻ്റെ ഫൈനൽ ആക്റ്റൊക്കെ കാണുമ്പോൾ ശരിക്കും ഒരു ഇന്ത്യൻ മൂവി കാണുന്നൊരു വൈബായിരുന്നു എനിക്ക്. കാരണം ഒരു പയ്യെ ഇങ്ങനെ കൊണ്ടുവന്നാൽ പെട്ടെന്ന് ഓഡിയൻസിലേക്ക് ഒരൊറ്റടി അടിക്കുന്ന പോലത്തെ രീതിയിലുള്ള ഫൈനൽ ആക്റ്റും പരിപാടിക്കുന്നു. പ്രത്യേകിച്ച് ക്ലൈമാക്സ് ഒക്കെ തിയേറ്ററിൽ അന്യായ എക്സ്പീരിയൻസ് ആയിരുന്നു മക്കളെ. പിന്നെ ഈ ഒഡിസിയുടെ ആ ഒരു പുള്ളിയുടെ അഡാപ്റ്റേഷനാണ് ഈ ഒരു മൂവി. കാരണം നിങ്ങൾ ഒഡിസി വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാനിത് വായിച്ചിട്ടില്ല. ഒഡിസിയിലെ ഒന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഫ്രഷ് ആയിട്ട് മൂവി കണ്ടതിന് ശേഷമാണ് മൂവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ എനിക്കറിയുള്ളൂ. അപ്പോൾ ഇതിലെ ആ ക്യാരക്ടേഴ്സിനെ പുള്ളി അഡാപ്റ്റ് ചെയ്തിരിക്കുന്ന രീതി, അത് പ്ലേസ് ചെയ്തിരിക്കുന്ന ആർട്ടിസ്റ്റുകളും, അതായത് ഓരോരോ ആർട്ടിസ്റ്റുകൾക്ക് അത് പറ്റാവുന്ന രീതിയിലുള്ള കാസ്റ്റിങ്ങും, ഇപ്പോൾ എല്ലാം, അതായത് കാസ്റ്റിങ്ങിൽ ഒരാൾ പോലും മിസ്കാസ്റ്റ് ആയെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാസ്റ്റിങ്ങിനെ കുറിച്ച് വലിയ വിവാദവും പരിപാടിയൊക്കെ ഉണ്ടായിട്ടുള്ളതാണ് ഈ ഒഡിസിക്ക്, അത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ എന്നാൽ പോലും അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള കാസ്റ്റിങ്ങും, പിന്നെ ആദ്യമായിട്ട് നോളൻ 70mm ഐമാക്സിൽ കംപ്ലീറ്റ് ഷൂട്ട് ചെയ്തിട്ടുള്ള ഫിലിമാണ് ഒഡിസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഐമാക്സിൽ പോയി കാണണം. പിന്നെ ഞാൻ ടെക്നിക്കൽ സൈഡ് ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ വരുന്നില്ല, അത് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് പിന്നെ വരുമ്പോൾ പിന്നെ എനിക്ക് ഈ ഒരു മൂവിയിൽ ഏറ്റവും എടുത്ത് പറയേണ്ടത് ലുഡ്വിഗ് ഗൊറാൻസൻ്റെ സ്കോറാണ്. കാരണം ഇത് പുള്ളിയുടെ 3rd കൊളാബറേഷനാണ് നോളനായിട്ട്. ടെനറ്റ്, ഓപ്പൺഹൈമർ, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒഡിസി. ഇതിൽ പക്ഷേ ഒരു എൻറ്റയർലി ഒരു ഭയങ്കര വ്യത്യസ്തമായിട്ടൊരു സ്കോറാണ് പുള്ളി ഒരു പടത്തിന് ചെയ്തിട്ടുള്ളത്. ഭയങ്കര കാമായിട്ട്, പക്ഷേ ആ പടത്തിന് ചേരുന്ന രീതിയിൽ എനിക്ക് ഭയങ്കര ഫാനാക്കി കളഞ്ഞു പുള്ളീനെ. കാരണം ഞാൻ പുള്ളിയുടെ ഈ ഓപ്പൺഹൈമർ ഇറങ്ങിയതിന് ശേഷം ഞാൻ അതായത് ഞാൻ ഈ ലുഡ്വിഗ് ഗൊറാൻസനെ ഒന്ന് നോട്ടീസ് ചെയ്യുന്നത് ഓപ്പൺഹൈമറിൻ്റെ ടൈമിലാണ്. ആ സമയത്തിന് മുമ്പുള്ള സംഭവങ്ങൾ വരെയും പിന്നെ ഞാൻ അതിന് ശേഷം കേട്ടിട്ടുണ്ട് ആളുടെ വർക്കുകളൊക്കെ. ഇത് പക്ഷേ അതിന് മേലെ നിൽക്കുക. എന്തായാലും നെക്സ്റ്റ് ഓസ്കാറിൽ ആ നോമിനേഷൻസിൽ എന്തായാലും പുള്ളിയുടെ ഇതെന്തായാലും വലിയൊരു ഒഡിസിയുടെ വർക്ക്. കാരണം അത്ര ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഫൈനൽ ആക്റ്റൊക്കെ കൊടുത്തിരിക്കുന്ന കിക്ക് എന്ന് പറഞ്ഞാൽ ആളുടെ സ്കോറിൻ്റെ ഇതാണ്. ആ സ്കോറ് എല്ലാ ഭാഗത്തും അങ്ങനെ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള, ഇപ്പോൾ നമ്മൾ പറയില്ല അനിരുദ്ധിൻ്റെ പോലത്തെ അങ്ങനത്തെ ബീറ്റും വരെ ഇടുന്നില്ല. പുള്ളിയുടേതായ ഒരു സ്റ്റൈലുണ്ട്. അത് പക്ഷേ ഇത്തവണ ക്രിസ്റ്റഫർ നോളിന് വേണ്ടിയിട്ട് ആളൊരു വേറെ രീതിയിലാണ് ചെയ്തത്. കറക്റ്റ് അത് ഹിറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ ഓഡിയൻസിന് കിട്ടുന്നുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ ഒരു രീതിയിലേക്ക് ആ ഒരു സ്കോർ പുള്ളി കൊണ്ടുപോയി. അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും, പിന്നെ ആ പടത്തിൻ്റെ ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ നോളനും മ്യൂസിക് ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഗൊറാൻസനും കൂടി മിക്സ് ചെയ്ത് കിട്ടിയ ഒരു കോമ്പിനേഷൻ ഒഡീസിൽ ഭയങ്കര സംഭവമായിരുന്നു. പിന്നെ ഐമാക്സ് ക്യാമറയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഈ സാധനത്തിൽ ഇങ്ങനെ ഇത്രയും വലിയ സംഭവം ചെയ്യുമ്പോൾ കുറേ പരിമിതികളുണ്ട്. അതെല്ലാം പുള്ളി മറികടന്നിട്ടാണ് ഈ സംഭവം ഷൂട്ട് ചെയ്തത്. അങ്ങനെ 3 മണിക്കൂറിന് ഈ ഒരു സിനിമ ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് മേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ആൾക്ക് ശരിക്കും പണി അറിയാം. ഇപ്പം നമ്മൾ പറയില്ലേ, ഈ ഹോളിവുഡിൽ തന്നെ പല ഡയറക്ടേഴ്സിൻ്റെ നമ്മൾ ചില സിനിമകൾ എക്സ്പെക്റ്റ് ചെയ്തിട്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിലായിപ്പോവും. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഒഡിസി ഇറങ്ങുന്ന സമയത്ത് എല്ലാവരും ഇങ്ങനെ കളിയാക്കിയിരുന്നതാണ്. കാരണം ബ്രാൻഡ് ന്യൂ ഡേ വരാൻ പോവുകയാണ്. അപ്പോൾ ഒഡിസി ഇറങ്ങിയൊരു 2 ആഴ്ചക്കുള്ളിൽ എന്തായാലും വാഷ് ഔട്ട് ആവും.
അങ്ങനത്തെ രീതിയിലായിരുന്നു സംസാരം ഉണ്ടായിരുന്നത്. പക്ഷേ ഒഡീസിയുടെ പ്രീമിയറിങ് കഴിഞ്ഞ അന്ന് തൊട്ട് അതിൻ്റെ വരുന്ന റിവ്യൂസ് ആണെങ്കിലും പിന്നെ ഇത് ഇന്ത്യയിൽ കണ്ട ആൾക്കാരാണെങ്കിലും ഇപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഒഡീസി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതിൻ്റെ അപ്പുറം ഒരു അഭിപ്രായം ഉണ്ടാകാൻ വഴി ഉണ്ടാവില്ല. എത്രത്തോളം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളതിലായിരിക്കും അതിൻ്റെ ഒരു ആർക്കിൽ വ്യത്യാസം ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ. ഇതുവരെ ഞാൻ ചോദിച്ചു എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും ആരും പറഞ്ഞിട്ടില്ല ഒഡീസി ഇഷ്ടമായില്ല എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ നോളൻ്റെ ഒരു ബെസ്റ്റ് വർക്കുകളൊന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്ത സംഭവമാണ് ഒഡീസി. ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഐമാക്സിൽ തന്നെ അത് പോയി കാണണം. ഐമാക്സിൻ്റെ ബിറ്റ് റേറ്റും പണ്ടാറൊന്നും നിങ്ങൾ നോക്കണ്ട, ആ വലിയ സ്ക്രീനിൽ അത് കാണാം. അതിൻ്റെ ബിറ്റ് റേറ്റിൻ്റെ സംഭവം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ ഒഡീസി ആക്ച്വലി ഒരു നിങ്ങൾക്കെല്ലാവർക്കും ഇപ്പോൾ ഒന്നും അറിയണമെന്നില്ല. ഈ ഒഡീസി എന്ന് പറഞ്ഞ സംഭവം ഞാനൊന്നും അറിഞ്ഞിട്ടില്ല ഇത് പോയി കണ്ടത്. ഞാനത് കാണാൻ പോയി. ക്യാരക്ടേഴ്സ് ആ ഒരു കഥയിലേക്ക് പെട്ടെന്ന് മനസ്സിലാവും. ആൾ ഭയങ്കര സിമ്പിളായിട്ടുള്ള രീതിയിലാണ് അത് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ സംഭവം ഒന്നും വായിക്കുകയൊന്നും വേണ്ട. ഒരു ബേസിക്കായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഗ്രീക്ക് മിത്തോളജി ഒന്നും അറിഞ്ഞില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാവും. അങ്ങനത്തെ രീതിയിലാണ് നോളൻ ഇത് മേക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണാൻ പറ്റിയ സിനിമയാണ് ഒഡീസി. എന്തായാലും തിയേറ്ററിൽ തന്നെ കാണാൻ ദയവ് ചെയ്തൊരിക്കലും ഫോണിൽ ഇതൊന്നും വരാനായിട്ട് വെയിറ്റ് ചെയ്ത് പറ്റുകയാണെങ്കിൽ മാക്സിമം ഐമാക്സിൽ പോയി കാണാനായിട്ട് ശ്രമിക്കുക. ഐമാക്സ് കേരളത്തിലൊക്കെ റേറ്റ് എനിക്ക് നന്നായി അറിയാം. അതുകൊണ്ടാണ് ഞാൻ കേരളത്തിലൊന്നും വന്ന് കാണാതിരുന്നത്. പറ്റുകയാണെങ്കിൽ അഫോർഡബിൾ നല്ല റേറ്റിൽ നല്ല ഒരു ഐമാക്സ് അല്ലെങ്കിൽ കൂടി വല്ല PXL അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഫ്ലാറ്റ് റേഷ്യോയിലെങ്കിലും കാണാനായിട്ട് ശ്രമിക്കുക. കാരണം നമ്മളുടെ സ്കോപ്പ് റേഷ്യോയിൽ ഇത് ഒരു സുഖം ഉണ്ടാവില്ല. കാരണം പുള്ളി അത് എടുത്തിരിക്കുന്ന ഒരു ഇമേജസ് നമുക്ക് ആ രീതിയിൽ കിട്ടില്ല. അതാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ഈ വർഷത്തിൽ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വൺ ഓഫ് ദി ബെസ്റ്റ് പടമായിട്ടാണ് എനിക്ക് ഒഡീസി തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് എന്താ ഒഡീസി കണ്ടിട്ട് തോന്നിയിട്ടുള്ളതെന്ന് ഈ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.